ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആട്ടമാവാണ് മെയിനായിട്ട് വേണ്ടത്. ആട്ടമാവ് നമ്മൾ കുഴച്ചിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ചീരൻ്റെ ഇല, ക്യാരറ്റ്, വെളുത്തുള്ളി, ചീസ്, ഉണക്കമുളക് ഈ വക ഇൻഗ്രീഡിയൻസാണ് ഞാൻ യൂസ് ചെയ്യണത്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തണം പോലെ നന്നായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ചീസ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചീരൻ്റെ ഇല കുനുകുനായി അരിഞ്ഞത് അതിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മൾ വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് വെച്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് വെളുത്ത എള്ളുണ്ട് ഇടുന്നുണ്ട്. വെളുത്തുള്ളോ കറുത്തുള്ള ഇഷ്ടമുള്ള എള്ളു ഇടാം കേട്ടോ. ഞാനിവിടെ ഉണ്ടായിരുന്നത് വെളുത്തുള്ളായിരുന്നു. അപ്പോൾ അതതിൻ്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് പൊടിച്ചത് ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഉണക്കമുളകിനോട് ചെറിയൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൽ ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയാണ് റിസ്ക്കുള്ളൊരു കാര്യം. ഈ ചപ്പാത്തിനെ പരത്തിയതിന് നമ്മൾ ഞെറി പോലെ പരത്തി ഇങ്ങനെ ഞെറിയായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഞാൻ എൻ്റെ കയ്യിലൊരു ക്യാമറയാണ്, ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ അത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യണത് എങ്ങനെ കാണിച്ചു തരാം. ഒറ്റ കൈ കൊണ്ടായതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ കൈ കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഇതിൽ ഇങ്ങനെ ഞെറിയാക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനെ ഈ ഞെറിയാക്കി എടുത്തതിനെ വീണ്ടും നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക ചെയ്യണം. ആ റോൾ ചെയ്തതിനെ പരത്തിയിട്ട് വേണം നമ്മൾ ചൂടാൻ. അതിന് ഞാൻ ഈ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പരത്തി കൊണ്ടുവരുന്നത്. അത് എല്ലാവർക്കും അതുപോലെ പരത്താൻ പറ്റുമോയെന്ന് അറിയില്ല. കൈ കൊണ്ട് പരത്താൻ അറിയാത്തവർ നമ്മളെ കുഴൽ വെച്ചിട്ട് പരത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങനെ ജസ്റ്റ് മെല്ലെ പരത്തി കൊടുന്ന് ഒരുവിധം ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ഒരു പാൻ വെച്ച് അതിൽ ചെറുതായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിൽ സിമ്മിൽ മെല്ലെ തീയിലിട്ട് മെല്ലെ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ചെറിയ മൊരിയിൽ വരുന്ന വരെ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം അതിനെ ചുട്ടെടുക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ്. നമുക്ക് വൈകുന്നേര സമയത്ത് ചോറ് കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും. ചോറിന് പകരം നമുക്ക് ഈ ഒരൊറ്റ ചപ്പാത്തി തിന്നാൽ മതിയിട്ടാണ്. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്ക് ഇത് ഇനിയിപ്പോൾ വെറുതെ കഴിക്കണമെങ്കിൽ ഒരു ചായൻ്റെ കൂടെ വെറുതെ കടിച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സോസ് വെച്ച് കഴിക്കാം. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് കഴിക്കാം. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്തായാലും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ചെറിയൊരു അടിയിൽ ഇങ്ങനെ നെയ്യ് നല്ലോണം ഇട്ട് കൊടുത്താലാണ് കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ ചീസിൻ്റെ ഒക്കെ ഒരു ഇത് ഉള്ള കാരണം കരിയും. അപ്പോൾ അത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. ഓക്കേ.